രാക്ഷസന്മാർ വന്നിട്ട് ദേവന്മാരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാക്ഷസന്മാർ എന്ത് ചെയ്തു, കടലിന്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഗസ്ത്യർ ആകെ ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഷൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വായിലേക്ക് ഇടും, കുടിച്ചു പറ്റിച്ച്. അങ്ങനെ കുംഭമുനി എന്നുള്ള പേര് വന്നു, കുംഭം പോലെ. അപ്പൊ അഗസ്ത്യരുടെ സ്റ്റാച്യു ഉണ്ട്, ശിവന്റെ ശിവലിംഗം ഭയങ്കര ചാർച്ച. ഇതിന്റെ സെന്ററിൽ അഗസ്ത്യരുടെ പ്രതിമയും കൂടി വരണമെന്ന് പറഞ്ഞു. ശിവന്റെയും ഈ ശിവന്റെ എനർജി അഗസ്ത്യരുടെ സ്റ്റാച്യുവിലും ഒരേ ലൈനിൽ വരണം. ഈ ഓരോ ശിവലിംഗത്തിലും ഹൈ എനർജിയാണ്. അന്ന് സതീദേവിയുടെ ശക്തിപീഠമാണത്, അതിന്റെ കഷ്ണങ്ങളാണല്ലോ. ഒരു സ്ത്രീ ഞങ്ങള് ധ്യാനിച്ച് ഇങ്ങനെ നിൽക്കുക, നല്ല ചാർജ് കയറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഞങ്ങളെടുക്കുന്ന പ്രാണായാമ അതിനറിയാനും കൂടി പാടില്ല, ഫുൾ പ്രാണായാമം എടുത്തിട്ട് വിറപ്പിക്കാൻ തുടങ്ങി. വിറപ്പിച്ച് അവിടെ വീണു. മീൻസ് അതിന്റെ മേത്തൊരു ബാധ ഉണ്ടായി, ആ ബാധ ഇറങ്ങി പോയതാണത്. പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വലിയ കോമ്പൗണ്ടിന്റെ അകത്ത് ഒരു മുസ്ലിം പള്ളി അമ്പലം മാറ്റിക്കൊണ്ട് അത് ഓക്കെ, എന്നാലും സമ്മതിക്കാം. പക്ഷേ അതിന്റെ സൈഡിൽ ഇങ്ങനെ കവറുകൾ ഇങ്ങനെ വെച്ചാൽ മരിച്ച ആൾക്കാരെ. ഗുരുജി ഒരു ഭാരത പര്യടനത്തിലായിരുന്നു എന്നൊക്കെ ഗുരുജി പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു അനുഭവ കഥകൾ ഒന്ന് പറഞ്ഞുതരാം. അതായത് അങ്ങ് ഭാരത പര്യടനം തുടങ്ങിയത് എവിടെ നിന്നാണ്, അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടൊന്ന് പറഞ്ഞുതരാൻ കഴിയും? ഞങ്ങള് 4-ാം തീയതി പുറപ്പെട്ടതാണ്. 4-ാം തീയതി ഇവിടെ നിന്ന് കാലടിയിൽ നിന്നാണ് പുറപ്പെട്ടത്, സെപ്റ്റംബർ 4-ാം തീയതി. അപ്പോൾ കാലടി ശൃംഗേരി ആശ്രമത്തിൽ നിന്ന് ആദിശങ്കരാചാര്യർ ജനിച്ച ആശ്രമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ കാശ്മീരിൽ അദ്ദേഹത്തിന് ദിഗ്വിജയം കിട്ടിയ അവിടെ ജ്ഞാനം കിട്ടിയ സ്ഥലത്തേക്ക് എത്താന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇത്. അപ്പം അങ്ങനെ ഭാരതത്തിൻ്റെ ഏറ്റവും ലോവർ ഇന്ത്യയിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്നും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൊത്തം തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് ഉള്ളവരെ ഒരു 25 സ്റ്റുഡൻസിനെ കൊണ്ട്, ക്രിയായോഗ സ്റ്റുഡൻസിനെ കൊണ്ട് ബസ്സിൽ അവിടെ നിന്ന് പോയത്. അപ്പോൾ കാലടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാലടിയിൽ നമ്മൾ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല, നമ്മൾ ആ ശൃംഗേരി മഠത്തിൻ്റെ മുതലക്കടവില്ലേ, മുതലക്കടവിൽ ഒരു ചെറിയൊരു ശങ്കരാചാര്യ പ്രതിഷ്ഠ നമ്മൾ എനർജൈസ് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്, അവിടെ പുതിയത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മഠത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അത് ശങ്കരാചാര്യർ നമുക്ക് ദർശനം തന്നു, പ്രതിഷ്ഠ പുറത്ത് വെക്കണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അത് കിട്ടി, ദർശനം കിട്ടി. 3-ാമത്തെ ദിവസം നമ്മളവിടെ പ്രതിഷ്ഠ നടത്തി. അപ്പോൾ കോസ്മിക് വെച്ചിട്ടാണ് നടത്തിയേക്കുന്നത്, കോസ്മിക് എനർജി. അവിടെ പൂജയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ നിന്ന് കുട്ടികളെ എല്ലാവരും നിർത്തി അവിടെ ധ്യാനിച്ച് കുറച്ചു നേരം ആ കോസ്മിക് എനർജി ലൈവ് പ്രസൻസ് അനുഭവപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് നേരെ വിട്ടത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചിന്തിച്ചിരുന്നത് ഗോവ വഴി പോകാൻ, ഗോകർണം വഴി ഈ സൈഡിൽ കൂടെ കോസ്റ്റൽ ഏരിയ കൂടെ പോയിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി വരാമെന്ന് വിചാരിച്ചായിരുന്നു. നോർത്തിൽ പോയിട്ട് ഏറ്റവും മുകളിൽ ഈ കോസ്റ്റൽ ഏരിയ മൊത്തം പിടിച്ച് ഗുജറാത്ത് വഴി അങ്ങനെ കറങ്ങി ഹിമാചലി ജമ്മു കാശ്മീരിൽ പോയിട്ട് തിരിച്ച് ഇതേമാതിരി ചാർധാം കൂടി ഇങ്ങനെ വന്നിട്ട് സെൻട്രൽ ലൈനിൽ കൂടെ നേരെ ജമ്മു കന്യാകുമാരി ഹൈവേ ഉണ്ട്, അതിൽ കൂടെ ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഗുരുക്കന്മാർ 2 ദിവസം മുമ്പ് പോണതിന് 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞു അത് വേണ്ട, ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ റൂട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കി. ഇവിടെ നിന്ന് നേരെ വിട്ടത് ബോഗറുടെ അടുത്തേക്കാണ്. ഈ ബോഗർ ഋഷിയുടെ ഒരു അമ്പലമുണ്ട് പാലക്കാട്, ബോഗർ ചന്ദ്രനഗറിൽ. അപ്പോൾ അദ്ദേഹം അവിടെ ആ ഒരു വീട്ടിലാണ് ആ അമ്പലം പണിത് വെച്ചേക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ മുൻ ജന്മത്തിൽ ബോഗറുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ വന്നാണ് അദ്ദേഹം ബോഗർ അമ്പലം പണിത് വെച്ചത്. ഭയങ്കര വൈബ് അവിടെ. അപ്പോൾ അവിടെ പോയിരുന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാ. അദ്ദേഹം തന്നെ പറയും, അയ്യോ നിങ്ങൾ വന്നുകൊണ്ട് ബോഗറിന് ഭയങ്കര ഹാപ്പിയാണ്, എന്തൊക്കെ തരണമെന്ന് പുള്ളിക്കറിയില്ല, അതേമാതിരി ഹാപ്പിയാണ് നമ്മൾ ചെല്ലുമ്പോൾ. അപ്പോൾ ഭയങ്കര വൈബുമാണ് അതിനനുസരിച്ചിട്ട്. ആ ആറ്റിറ്റ്യൂഡ് മാറും ആ സ്റ്റാച്യുവിൻ്റെ അതിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ഇത് ചെയ്ത് അവിടെ കുറേ നേരം ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് അവർ ചായയൊക്കെ തന്ന് പിന്നെ അവിടെ നേരെ ഞങ്ങളെ വിടുന്നത് അഗസ്ത്യരുടെ അടുത്തേക്ക്. അഗസ്ത്യമുനി ചെന്നൈയിൽ ആ സ്ഥലത്തിൻ്റെ പേര് അഗസ്തീശ്വരൻ ടെമ്പിൾ ഉണ്ട്, അഗസ്ത്യ ടെമ്പിൾ. പഞ്ചട്ടി ചെന്നൈയിൽ നിന്ന് കുറച്ചുകൂടി മുകൾപോട്ടേക്ക് വേണം, 30 കിലോമീറ്റർ പോകണം. പഞ്ചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ
അപ്പോൾ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ആ അമ്പലം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തോളം അഗസ്ത്യർ അവിടെ ഒരു സ്വയംഭൂ ശിവലിംഗം ഉണ്ടായിരുന്നു മുമ്പ് തന്നെ. അപ്പോൾ അതിനെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കുറേ കാലം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് രാക്ഷസന്മാർ വന്നിട്ട് ദേവന്മാരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവ് വന്നിട്ടാണ് അഗസ്ത്യരോട് പറയുക, ഒന്ന് ഇവരെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. ആ രക്ഷിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഈ രാക്ഷസന്മാരെന്ത് ചെയ്തു, കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ ഇവരെ പിടിക്കാൻ കിട്ടില്ല ദേവന്മാർക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഗസ്ത്യർ ആകെ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഷൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വായിലേക്ക് എടുത്തു, കുടിച്ചു പറ്റിച്ച്. അങ്ങനെ കുംഭമുനി എന്നുള്ള പേര് വന്നത്, കുംഭം പോലെ കൂടെ വേറോടിച്ച്. പിന്നെ ജനിച്ചതും കുംഭത്തിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ടുപേരിലും കുംഭമുനി എന്ന പേര്. അപ്പോൾ അങ്ങനെ പുള്ളി മുഴുവൻ വറ്റിച്ച് കഴിഞ്ഞ് അസുരന്മാരെ ദേവന്മാർക്ക് കിട്ടി, അവരെ കൊല്ലുകയും ചെയ്തു. പക്ഷേ ഓഷൻ പോയില്ലേ, അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പോയി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇവർ കൈകൂപ്പി വന്നു, എങ്ങനെയെങ്കിലും ഇത് തിരിച്ചിറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഇദ്ദേഹം വാട്ടർ തിരിച്ച് തുപ്പിക്കളയുന്നതാണ് പറയുന്നത്. അങ്ങനെ ഓഷനിലേക്ക് തന്നെ തിരിച്ചിട്ടൊന്നും ഒരു കഥ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഗംഗയെ വിളിച്ചു വരുത്തിയെന്നും പറയുന്നത്, 2 സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഷൻ റിട്ടേൺ ആയി. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇദ്ദേഹം ഈ അമ്പലത്തിൻ്റെ പോണ്ടിലേക്ക് ഒരു കുളമുണ്ട്, ആ കുളത്തിൽ തുപ്പി എന്ന് പറയുന്നത്. ആ വെള്ളം അവിടെ ഉണ്ട്. അതാണ് ആ ഒരു പോണ്ട് ഇപ്പോൾ അവിടെ ക്രിയേറ്റ്, അമ്പലത്തിനോട് ചേർന്ന് തന്നെ. അപ്പോൾ അഗസ്ത്യരുടെ സ്റ്റാച്യു ഉണ്ട്, ശിവലിംഗം ഭയങ്കര ചാർജാണ്. അങ്ങനെ ശിവലിംഗവും അഗസ്ത്യ ഋഷിയും കൂടിയുള്ള ഒരു അമ്പലമാണ് അത്. വർഷങ്ങളോളം അത് അവിടെ ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷെ പോണ്ടിൽ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജില്ല. ഇത്രയും അഗസ്ത്യർ ചെയ്ത പോണ്ടായിട്ടും എനർജി ഇല്ല. കാരണം അവിടെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് കയ്യേറിയിട്ട് അവിടെ നിന്നുള്ള വേസ്റ്റ് മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ട് അവിടെ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തൊക്കെ ഒന്നും അത്ര ശുദ്ധിയല്ല അതായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് അവരോട് പറഞ്ഞു കൊടുത്ത് അവരത് ക്ലീനാക്കാനിരിക്കുകയാണ്, അവർ ക്ലീൻ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പരിഹാരം പറഞ്ഞു കൊടുത്തു. അവിടെ ശിവലിംഗത്തിൻ്റെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കുളമിരിക്കുന്നത്, അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. അതിന് നേരെ സെൻറ്ററിൽ ഇതിൻ്റെ സെൻറ്ററിൽ അഗസ്ത്യരുടെ പ്രതിമയും കൂടി വരണമെന്ന് പറഞ്ഞു. ശിവന്റെയും ഈ ശിവന്റെ എനർജി അഗസ്ത്യരുടെ സ്റ്റാച്യൂവിലും ഒരേ ലൈനിൽ വരണം, ആ കുളത്തിൻ്റെ നടുക്ക്. അപ്പോഴാണ് അവിടെ ഫുൾ പവറിലേക്ക് വരുള്ളൂ, വീണ്ടും ആ പഴയ ചാർജിലേക്ക് വരുള്ളൂ. അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവർ വളരെ അനുഭവം അത് കേട്ട് അത് എന്തായാലും ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനിരിക്കുകയാണത്. പിന്നെ ഭയങ്കരമായിട്ട് അവർ നമ്മളെ ഇരുത്തി അവിടെ പൂവും ഇതൊക്കെ ഇരുത്തി പൂജയൊക്കെ ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ട് ആദരിച്ചു. അവർ നമ്പൂരിമാർ, പൂജാരിമാരും എല്ലാവരും വന്നിട്ട്. അപ്പോൾ നല്ല ആദരവ് കിട്ടി അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഗുരുവിൻ്റെ അഗസ്ത്യരെ നമുക്ക് നല്ല ദർശനമായിരുന്നു അവിടെ വെച്ചിട്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും അഗസ്ത്യര ദർശനം കിട്ടി അവിടെ വെച്ചിട്ട്. പ്രസൻസ് ഇത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ഇത് കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചെന്നൈ വിട്ടിട്ട് പിന്നെ ആന്ധ്രയിൽ കയറി, ആന്ധ്രയിൽ നിന്ന് തെലുങ്കാന പോയി. അപ്പോൾ അടുത്തത് പോയത് ഞങ്ങൾ ജോഗലംബ ശക്തിപീഠത്തിലേക്കാണ് പോയത്, അത് തെലുങ്കാനയിൽ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് ആന്ധ്ര കടന്ന് നേരെ തെലുങ്കാനയിലേക്ക് പോയി. തെലുങ്കാനയിൽ നിന്ന് ജോഗലംബ ശക്തിപീഠ്. അത് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ശക്തിപീഠങ്ങളും 4 ജ്യോതിർലിംഗം കൂടി തൊഴുവാന്ന് വെച്ചിട്ടാണ് പോയിക്കണേ ഈ പര്യടനത്തിൽ. അപ്പോൾ അവിടെ 5ാമത്തെ ശക്തിപീഠമാണ് അത് അവിടെ. അപ്പോൾ ജോഗലംബ ശക്തിപീഠത്തിൽ ചെന്നു, അവിടെ നിന്ന് ധ്യാനിച്ച് അവിടെ നിന്ന് എനർജിയൊക്കെ സെൻസ് ചെയ്തു. വലിയൊരു ഏരിയയാണ് അവിടെ ശക്തിപീഠത്തിന്. ആ ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഒപ്പം തന്നെ കണ്ടമാന ശിവലിംഗങ്ങളുണ്ട്. ശിവൻ്റെ ഓരോ അമ്പലങ്ങളും പഴയ കാലത്ത് നിർമ്മിച്ച അമ്പലങ്ങൾ, ഈ ഓരോ ശിവലിംഗത്തിലും ഹൈ എനർജിയാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു പൂജ അവിടെ നടക്കണമില്ല. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പണിത് വെച്ചേക്കണ അമ്പലമാണ്. അന്ന് സതീദേവിയുടെ ശക്തിപീഠമാണത്. അതിൻ്റെ കഷ്ണങ്ങളാണല്ലോ ഈ ശക്തിപീഠം എന്ന് പറയണത്, 51 ശക്തിപീഠം എന്ന് പറയണത്. അതറിയില്ല, കഷ്ണങ്ങളായിട്ട് വീണത്. അപ്പൊ അതിനകത്തൊരു ശക്തിപീഠമാണത്. അപ്പൊ ഇവിടെ വന്നിട്ട് അന്ന് പണിത അമ്പലമാണത്. അന്നത്തെ ശിവന്റെ എനർജി ഇപ്പോഴും ലൈവാണ് അവിടെ. ഓരോ അമ്പലം ഒരു 8 6 7 അമ്പലങ്ങൾ തന്നെയുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ചക്രാസ് ആക്ടിവേഷൻ ആവുകയാണ്. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. തുംഗഭദ്ര റിവറിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ നമ്മളവിടെ കുളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പോൾ നമുക്കൊരു പണി തരാൻ വേണ്ടി ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്തയും മുഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് ബോധമില്ലാണ്ട് കിടക്കുക.
അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുണ്ടലിനി റൈസ് ആയിട്ട് ഹാർട്ടിൽ ബ്ലോക്കായി നിൽക്കുന്നു. ആ സ്ത്രീയുടെ അപ്പോൾ ഹാർട്ടിൽ ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇമോഷനാണ് ഇത് മുഴുവൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചീത്ത തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പല ആൾക്കാരൊക്കെ, നാട്ടുകാരൊക്കെ. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കി ഓക്കെ അതാണ് സംഭവം. അപ്പോൾ നമ്മൾക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്ന നിർദ്ദേശം നോക്കണം. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തിനത് ചെയ്തു, നമ്മളുടെ മുമ്പിൽ ഇത് എക്സിബിറ്റ് ചെയ്തല്ലോ, അതെന്തിനാന്ന് നോക്കുകയാണ്. അപ്പോൾ എന്തിനാണ് പരീക്ഷണം, നമ്മളെ പരീക്ഷിക്കാനാണ്. എന്ത് ചെല്ലുന്നോടുള്ള എല്ലാം നമ്മൾ ആവശ്യമില്ലാത്ത ഇടപെടുവോ ഇല്ലയോ, ഈഗോ, നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്താൽ ഇതല്ലേ ക്ലിയർ ചെയ്താലോ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, അതാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോളും, ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്യാൻ പാടില്ല. നമുക്ക് അവിടെ റോൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഇടപെടാവൂ, അല്ലെങ്കിൽ ഇടപെടാൻ പാടില്ല. നമ്മുടെ സിദ്ധി ദുരുപയോഗം ചെയ്യാണ്. അത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നേക്കണത്, എക്സിബിറ്റ് ചെയ്യണത്. അപ്പം നമ്മൾക്ക് റോളില്ല. നമ്മൾ നേരെ ഒന്നും അറിയാത്ത കൊണ്ട് നേരെ കുളിക്കാൻ പോയി, കുളി വന്ന് തിരിച്ചു വന്നപ്പോൾ ഇതേ പ്രോസസ്സ് അവിടെ നടക്കാം. നമ്മൾ അമ്പലത്തിൽ പോയി അവിടെ തൊഴുകാൻ പോയി. രണ്ടാമത് അവൻ്റെ അകത്ത് കയറി വേറൊരു ശിവലിംഗത്തിൽ നിന്ന് തൊഴണ സമയത്ത് ഒരു സ്ത്രീ, ഞങ്ങൾ ധ്യാനിച്ച് ഇങ്ങനെ നിൽക്കുക, നല്ല ചാർജ് കയറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഞങ്ങളെടുക്കണ പ്രാണായാമ അതിനറിയാനും കൂടി പാടില്ല, ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് എടുത്ത് ഞങ്ങളെ നല്ല ഹൈ എനർജിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ. അവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തൊക്കെ കയറി സുഖമായിട്ട് നിൽക്കാം, ലിംഗത്തിൻ്റെ സൈഡിൽ തന്നെ ചുറ്റും നിൽക്കാം. അപ്പോൾ ഈ സ്ത്രീയും അവൻ്റെ ഫാമിലി ഉണ്ട്, ഫുൾ ഫാമിലി ഉണ്ട്. വന്ന് ഇവിടെ നിന്ന് വഴി ഇവർ ഫുൾ പ്രാണായം എടുത്തിട്ട് വിറയ്ക്കാൻ തുടങ്ങി, വിറച്ച് അവിടെ വീണു. മീൻസ് അതിൻ്റെ മേത്തൊരു ബാധ ഉണ്ടായി, ആ ബാധ ഇറങ്ങി പോയതാണത്, മനസ്സിലായോ? അപ്പൊ ആ വൈബ് വന്നപ്പോ, ആ എനർജിയുടെ വൈബ് എല്ലാവരും നിന്ന് ധ്യാനിക്കല്ലേ, ആ വൈബ് വന്നപ്പോ ഇവര് റിട്ടേറ്റ് ചെയ്തു ഈ സ്ത്രീനെ. അപ്പൊ റിട്ടേറ്റ് ചെയ്തപ്പോ അവർക്ക് താങ്ങാൻ പറ്റണ്ടായി. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന കണ്ടുകൊണ്ടാണോ ഇവർ വന്നിരുന്നത്? അവരിങ്ങനെ സാധാ വന്ന മാതിരി വന്നതാണ്. ഒരു ഫാമിലി നമ്മള് അല്ലാണ്ട് നമ്മുടെ പിന്നാലെ വന്നതല്ല, അമ്പലത്തിൽ വന്നതാണ് അവര്. അപ്പൊ അവർക്ക് അത് അവിടെ ഇറങ്ങി പോകേണ്ട സമയമായി. ആ സമയത്ത് കറക്റ്റ് വന്നു, ആ എനർജി വൈബ് മാച്ചായി അവരുടെ ഇന്ന് ആ സാധനം ഇറങ്ങിപ്പോയി. അപ്പൊ അവരുടെ അസുഖം മാറിയിട്ടുണ്ടാവും. നമ്മളായിട്ട് ചെയ്യണമെന്നല്ല, അത് ആ വൈബിന്റെ പ്രത്യേകത കൊണ്ട് ഇറങ്ങിപ്പോയേക്കണതാ. അത് കഴിഞ്ഞ് അവർ വേഗം വന്നിട്ട് നമ്മുടെ കാലൊക്കെ തുടർന്ന് നോക്കി. ഞാൻ ചോദിച്ചു എന്തിന്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, മനസ്സവാച കർമ്മണമൊന്നും അറിയാത്ത കാര്യം. അപ്പോൾ അങ്ങനെ അവിടെ. പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു മുസ്ലിം പള്ളി, അമ്പലം മാറ്റിപ്പടുത്തത്, അത് ഓക്കെ, എന്നാലും സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കവറുകൾ ഇങ്ങനെ വെച്ചേക്കാണ്, മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കുഴിച്ചിട്ടേ കാണും. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ അടുത്തമ്പലത്തിലേക്ക് പോകാനായിട്ട്. അതാണ് ഏറ്റവും സങ്കടം വരുന്നൊരവസ്ഥ. ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഈ പറയുന്നത്, ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ. പക്ഷെ എന്നാലും ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കണ ശിവക്ഷേത്രത്തിലുള്ള ഹൈ വൈബാ. അപ്പോൾ ഏതോ യോഗീശ്വരൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ്, കണക്ഷനാണ്. ഇന്ന് വരെ അതിൻ്റെ ചാർജ് പോകുന്നില്ല. ഒരു പൂജയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, അവിടെ ഒരു പൂജയും നടക്കുന്നില്ല. അവിടെ ആകെ ദേവിക്ക് മാത്രമേ പൂജ നടക്കുന്നുള്ളൂ. ഇത് വെറുതെ ഓപ്പണാക്കി കിടക്കുകയാണിത്. അപ്പോൾ അത്രയും ലൈവാണ്. അതാണ് യോഗീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം ചാർജ് ആയി കിടക്കും. അവിടെ ഇത്രയൊക്കെ അറ്റാക്ക് ഉണ്ടായി, അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ ചാർജിന് ഒരു അനക്കും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. അത്ര ഏരിയയിൽ ആ ടെമ്പിളിൻ്റെ പ്രസൻസ് ആണ്. അതാണ് ജാഗുലംബ ശക്തിപീഠം.